श्री अन्नपूर्णेश्वरी माता की जय, पराशक्ति माता की जय। കൂപ്പിടാം തവ പാദപദ്മമനിശം സംപ്രീതനായിങ്ങു ഞാൻ കേൾപ്പിക്കാം കഴിവൊത്തഹോ തവ യശോഗാനം വിരിഞ്ച പ്രിയേ. ഇപ്പാവം കവിതാഭ്രമം കലരുവോൻ നിൻ താങ്ങുകൂടാതഹോ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമ്മേ ഭയം. ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 12-ാം അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. മനഃശുദ്ധിക്ക് ഏറ്റവും ഉപകരിക്കുന്നതാണ് സത്സംഗം. ആ സത്സംഗങ്ങളെ കൊണ്ട് ആ ജ്ഞാനം, നമുക്ക് ആത്മജ്ഞാനം ഏതു വിധത്തിൽ എളുപ്പമായി നേടാൻ കഴിയുമോ അത് മറ്റുള്ള വേദശാസ്ത്ര വ്രതങ്ങള്, തപസ്സുകള്, ദാനങ്ങള്, ധർമ്മങ്ങള് മുതലായവയെ കൊണ്ട് ആ ചിത്തശുദ്ധി പൂർണ്ണമായിട്ട് എളുപ്പമായിട്ട് ലഭിക്കുന്നില്ല. ആ ചിത്തശുദ്ധിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് സത്സംഗം തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും പഞ്ചമസ്കന്ധത്തില് ഭരത രഘുഗണ സംവാദത്തിലെ ഭരതയോഗീശ്വരൻ രഘുഗണനോട് പറയുന്നുണ്ട്, ഈ ആത്മതത്വം അറിയണം, ആ ചിത്തശുദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറെ ദാനങ്ങളും ധർമ്മങ്ങളും വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തതുകൊണ്ടോ പൂജയജ്ഞ യാഗാദികള് ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും ഹേ രഘുഗണ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് നേടിത്തരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നേടിത്തരണു. പക്ഷേ അതിലൂടെയെല്ലാം ഈ ചിത്തശുദ്ധി, മനഃശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്, ആത്മജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് വളരെ ദീർഘമായിട്ടുള്ള ഒന്നാണ്, കഷ്ടമായിട്ടുള്ള ഒന്നാണ്, ദീർഘസമയമെടുക്കുന്നതൊന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ് എന്ന് പറയുകയാണെങ്കിൽ വിനാ മഹൽപാദരജോഭിഷേകം എന്നാണ് അവിടെ ഭരതയോഗീശ്വരൻ പറയുന്നത്. എളുപ്പത്തിൽ ആ ചിത്തശുദ്ധി ഉണ്ടാവാനുള്ള ഏക മാർഗം മഹാത്മാക്കളുടെ പാദങ്ങളെ ആശ്രയിക്കുക, അല്ലെങ്കിൽ സത്സംഗങ്ങളിൽ പോകുക. സത്സംഗങ്ങളിൽ നിന്നും ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയാണല്ലോ നാരായണീയത്തിലും മേൽപ്പത്തൂര് പറയുന്നത്, ഐക്യം ദേദാന ഹോമ വ്രത നിയമ സാംഖ്യചാരൈ ദുരാപം എന്നാണ്, ദുരാപം എന്നാണ് അവിടെ പറയുന്നത്, പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഇവയിലൊക്കെ കൂടി ഇത് നേടാൻ കഴിയുമെന്നുണ്ടെങ്കിലും, ചിത്തശുദ്ധി ഉണ്ടാവാൻ കഴിയുമെന്നുണ്ടെങ്കിലും ദുരാപം, ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്, എളുപ്പമല്ല. എളുപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഭഗവാന്റെ സ്മരണ തരുന്നതായിട്ടുള്ള, ആ ഭഗവാനിൽ ഭക്തി വളർത്തുന്നതായിട്ടുള്ള, ആത്മജ്ഞാനത്തെ നമുക്ക് ഉപദേശിക്കുന്നതായിട്ടുള്ള സത്സംഗമാർഗം തന്നെയാണ് എളുപ്പമായിട്ടുള്ളത് എന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ ഇതാ ജനമേജയന വ്യാസനും പറഞ്ഞു കൊടുക്കുന്നത്. ആ ചിത്തശുദ്ധിക്ക് എളുപ്പമായിട്ടുള്ള മാർഗം സത്സംഗം തന്നെയാണ്. ബ്രഹ്മപുത്രനായിട്ടുള്ള വസിഷ്ഠൻ വേദജ്ഞരിൽ അഗ്രഗണ്യനാണ്. ഗംഗാതീരത്ത് വസിച്ചിട്ടും അദ്ദേഹത്തിന് രാഗദ്വേഷങ്ങൾ ഉണ്ടായി വന്നു. ഒരു പ്രയോജനവുമില്ലാതെ ദ്വേഷം കൊണ്ടു മാത്രം വിശ്വാമിത്രനും വസിഷ്ഠനും ആഡീപകളായി തീർന്നെന്ന് ദേവന്മാര് പോലും വിസ്മയിക്കുമാറ് പരസ്പരം മഹായുദ്ധം ചെയ്തില്ലേ. ഹരിചന്ദ്രൻ നിമിത്തമായിട്ട് വസിഷ്ഠൻ ശപിച്ചതുകൊണ്ട് പരമ തപസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ ഒരു കൊക്കായി ജനിക്കേണ്ടി വന്നു.
വിശ്വാമിത്രൻ ശപിച്ചതിനാൽ വസിഷ്ഠനും ഒരു മീൻകൊത്തിയായിട്ടുള്ള പക്ഷിയായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ശാപം മൂലം ആഡിംബകളായി തീർന്ന രണ്ട് വിശ്രുതരായ മുനിമാരും മാനസസരത്തിന്റെ തീരത്ത് വസിച്ചുകൊണ്ട് പരസ്പരം നഖം കൊണ്ട് മാന്തിയും ചുണ്ടുകൊണ്ട് കൊത്തിയും ഭയങ്കരമായ യുദ്ധം ചെയ്തു. അവര് കോപാവിഷ്ടരും മതോന്മത്തരുമായ ഇരുവരും രണ്ട് സിംഹങ്ങളെപ്പോലെ 10,000 വർഷം പരസ്പരം യുദ്ധം ചെയ്ത് നിന്നില്ലേ എന്നൊക്കെയാണ് ഉദാഹരണമായി കൊണ്ടിവിടെ പറയുന്നത്. ഗംഗാതീരത്ത് വസിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് മുനിമാരുടെയും ഋഷികളുടെയും ഒക്കെ ആവാസസ്ഥാനം, ആശ്രമങ്ങളൊക്കെ പുണ്യനദികളുടെ തീരത്തായിരുന്നു. അവരെല്ലാവരും വസിച്ചിരുന്നത് ആശ്രമങ്ങൾ കെട്ടിക്കൊണ്ട്. പക്ഷെ എങ്കിലും അവരിലും ഉള്ളിൽ ആ വിദ്വേഷം, ദ്വേഷം ഇതെല്ലാം അവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതിനെയാണ് ഇവിടെ പറയുന്നത്. ഹരിശ്ചന്ദ്രൻ നിമിത്തം വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുണ്ടായ കലഹവും പരസ്പരം ശപിച്ചതും കാക്കയും കൊറ്റിയുമായിട്ട് രണ്ടുപേരും ജനിക്കേണ്ടി വന്നതും ഒക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മഹാതപസ്വികളും ജ്ഞാനികളും വേദാദിശാസ്ത്രങ്ങളിൽ നിപുണരും ഒക്കെയായിട്ടുള്ള വസിഷ്ഠനും വിശ്വാമിത്രനും പോലും ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. ദ്വേഷബുദ്ധികൾ മനസ്സിൽ വന്നിരുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ നമ്മളുടെ കാര്യങ്ങളെ പറയാനുണ്ടോ? ഇല്ലല്ലോ. ഇന്ദ്രിയ നിഗ്രഹങ്ങളൊക്കെ ചെയ്തവരാണ് അവര്. അനേകകാലം തപസ്സനുഷ്ഠിച്ചവരാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹിക്കാനും മറ്റുള്ളവരെ ശപിക്കാനുമുള്ള മനോബലവും ശക്തിയും ഉള്ളവരായിരുന്നു ഈ ഋഷീശ്വരന്മാരെല്ലാം. പക്ഷെ അവർക്കും അവരുടെ ദ്വേഷത്തില്, അവരുടെ ക്രോധത്തില് കടിഞ്ഞാടിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അതുതന്നെ അവർക്കും അനർത്ഥമായിട്ട് ദുഃഖമുണ്ടാക്കുന്നതായിട്ട് ഭവിച്ചു എന്നുള്ളതിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ശാസ്ത്രങ്ങളിൽ പല കഥകളെയും കാണിക്കുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഭഗവാന്റെ കാളിയമർദ്ദനം ഒക്കെ പറയുന്ന സമയത്ത് ആ കാളിയൻ എന്ന പാമ്പ് ശാപഗ്രസ്തനായി ജനിച്ചതാണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് അതിൻ്റെ പൂർവജന്മവൃത്തമൊക്കെ കഥകളായിട്ട് ശാസ്ത്രങ്ങളിൽ, ഭാഗവതത്തിലല്ല മറ്റ് ശാസ്ത്രങ്ങളിൽ, ഗർഗപുരാണം മുതലായിട്ടുള്ളവയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ദ്വേഷം തന്നെ, ശത്രുഭാവം തന്നെ, ഇന്ദ്രിയ നിഗ്രഹണം, ഇന്ദ്രിയ സംയമനം പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തപസ്വികൾക്കും അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അത് ദേവിയുടെ മഹാമായ തന്നെയാണ്, ഭഗവാന്റെ മഹാമായ തന്നെയാണ്, മായ തന്നെയാണ് ഇത്തരം കാമക്രോധാദി ലോഭങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാക്കാനും തദ്വാര ക്രോധം നമ്മളിൽ വർദ്ധിപ്പിക്കാനും ദ്വേഷബുദ്ധി, ശത്രുഭാവങ്ങളെ നമ്മളെ വളർത്താനും ഒക്കെ അടിസ്ഥാന മൂല കാരണമായിട്ട് ഭവിക്കുന്നത് എന്നുള്ളതിനെ ഇവിടെ കാണിക്കുകയാണ്. എന്തായാലും കഥാഭാഗങ്ങൾ വളരെ ദീർഘമായിട്ടും പല കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളിലേക്കുമൊക്കെയാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് എല്ലാവരും ഈ ഭാഗങ്ങളെയെല്ലാം ശ്രദ്ധാഭക്തിയോടുകൂടിയിട്ട് കേൾക്കണം, മനസ്സിലാക്കണം എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള അനുഗ്രഹം ദേവി കനിഞ്ഞരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്താം. നാളെ തുടർന്നു പോകാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.